നമ്മൾക്ക് കുറച്ച് പേഴ്സണൽ പ്രൊണോമൻ ഇൻ നോമിനാറ്റീവ്, അതായത് നമ്മൾ A1-ൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ് എന്നിട്ടുള്ള 3 ഗ്രാമറാണ്. അതിൽ ആദ്യത്തെ ഗ്രാമറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നോമിനാറ്റീവ്. പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ എങ്ങനെയാണ് പറയാമെന്നുള്ള അർത്ഥത്തിൽ, അതായത് പേഴ്സണൽ പ്രൊണോമൻ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ്. നോമിനാറ്റീവിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പേഴ്സണൽ പ്രൊണോമനിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇഷ്, ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇഷ് വോനെ ഇൻ കേരള, ഇഷ് കോമെ ഹൗസ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ, ഐ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതാണ് നോമിനാറ്റീവിലെ പേഴ്സണൽ പ്രൊണോമൻ, ഞാൻ എന്നുള്ള അർത്ഥം, ഐ. ഇനി ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അപ്പോൾ ഞാനും എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാദറും മദറും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മളത് പ്ലൂരലാണ് അല്ലേ. ഞാനല്ല, ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്ലൂരലായിട്ട് പറയുന്ന രീതി വിയർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ് വോനെ ഇൻ ന്യൂയോർക്ക്, ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കോ, വിയർ വോനൻ ഇൻ ന്യൂയോർക്ക്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇഷ് അല്ല, വിയർ ആണ്. അത് ഞങ്ങളെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോനയിലും വോനനിലും ഒരു ഡിഫറൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ ഇഷ് വോനെയാണ് അല്ലേ, ഇഷ് WOHNE വരെ ഉള്ളൂ. രണ്ടാമത്തത് വിയർ വോനനാണ്, WOHNEN ഉണ്ട്, വോനൻ എന്ന് വന്നു. അത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് നോക്കാം. തൽക്കാലം അപ്പോൾ നിങ്ങളിത് നോക്കുക. പേഴ്സണൽ പ്രൊണോമൻ ഞാൻ എന്നുള്ളതാണെങ്കിൽ ഇഷ് എന്നും ഞങ്ങൾ എന്നാണെങ്കിൽ വിയർ എന്നുമാണ് ഉപയോഗിക്കുക. ഇഷ് വോനെ ഇൻ ന്യൂയോർക്ക്, ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുന്നു. വിയർ വോനൻ ഇൻ ന്യൂയോർക്ക്, ഞങ്ങൾ ന്യൂയോർക്കിൽ താമസിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ് ഇഷ് ഹൈസേ മരിയ. മീനിങ് നിങ്ങൾക്ക് പറയാം, പേര് മരിയ എന്നാണ്. ഇഷ് കോമെ ഹൗസ് സ്പാനിയൻ, ഞാൻ സ്പെയിനിൽ നിന്ന് വരുന്നു. ഇഷ് ഹാബി ഐൻ കിൻഡ്, എനിക്ക് ഒരു കുട്ടിയുണ്ട്. വിയർ വോനൻ ഇൻ ബെർലിൻ, ഞങ്ങൾ ബെർലിനിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ 3 സെൻറ്റൻസും ഇഷ് വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അല്ലേ. ഇഷ് ഹൈസേ മരിയ, എൻ്റെ പേര് മരിയ എന്നാണ്. ഇഷ് കോമെ ഹൗസ് സ്പാനിയൻ, ഞാൻ വരുന്നത് സ്പെയിനിൽ നിന്നാണ്. ഇഷ് ഹാബി ഐൻ കിൻഡ്, എനിക്കൊരു കുട്ടിയുണ്ട്. പക്ഷേ അത്രയും അവർ ഒരാളെ പറ്റിയായിരുന്നു പറയുന്നത്. പിന്നത്തെ സെൻറ്റൻസിൽ അവർ പറയാൻ പോകുന്നത് 2 ആളെ പറ്റിയാണ്, ഞാനും എൻ്റെ കുട്ടിയും എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായി? അത് പ്ലൂരലായി. അപ്പോൾ അതെന്ത് പറയണം? വിയർ വെച്ചിട്ട് പറയണം. വിയർ വോനൻ ഇൻ ബെർലിൻ. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ് ഹൈസേ മരിയ, ഇഷ് കോമെ ഹൗസ് സ്പാനിയൻ, ഇഷ് ഹാബി ഐൻ കിൻഡ്, വിയർ വോനൻ ഇൻ ബെർലിൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊണോമൻ നോമിനാറ്റീവിൽ പറയാം. ഇനി ദു, നീ എന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി വി ഹൈസ് ടു ദു, നിൻ്റെ പേരെന്താ? വോഹെർ കോംസ് ടു ദു, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ നമ്മൾ ദു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദു ആണ് നീ എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ. യു എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ നോമിനാറ്റീവിൽ ദു എന്നാണ്. ഇനി അത് പ്ലൂരലായിട്ടോ യു ഓൾ, നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥത്തിലായി എങ്ങനെ ചോദിക്കുക? ഇയർ എന്നാണ് ചോദിക്കുക. ഇയർ പ്ലൂരലായിട്ട് ഇയർ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാക്സ് വോ വോൺസ് ടു ദു, മാക്സ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? മാക്സ് വോ വോൺസ് ടു ദു. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് വോനൻ വോൺസ്റ്റായി എന്നുള്ളത് നമ്മൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ദു ആണ് നമ്മൾ യൂസ് ചെയ്യുക നീ എന്നുള്ള അർത്ഥത്തിൽ. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. വോ വോനൻ സി എന്ന് ഫോർമലായിട്ട്, വോ വോൺസ് ടു ദു എന്ന് ഇൻഫോർമലായിട്ടുമാണ് നമ്മൾ പഠിച്ചത്. വോഹെർ കോംസ് ടു ദു എന്ന് ഇൻഫോർമലായിട്ടും, വോഹെർ കൊമ്മൻ സി നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ദു എന്നുള്ളത് ഇൻഫോർമലായിട്ട് നീ എന്ന് വിളിച്ച് ചോദിക്കുന്നതിൻ്റെ പേഴ്സണൽ പ്രൊണോമനാണ്. മാക്സ് വോ വോൺസ് ടു ദു, നീ എവിടെയാണ് താമസിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ, യൂലിയ und പീറ്റർ, യൂലിയയും പീറ്ററും. ഇപ്പോൾ 2 ആളായി. യൂലിയ und പീറ്റർ, വോ വോണ്ട് ഇയർ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഇവിടെ എന്തായി? വോ വോണ്ട് ഇയർ ആയി, ദു മാറി ഇയർ ആയി. അതെന്തുകൊണ്ടാണ്? അത് പ്ലൂരൽ ആയതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ്. യു ഓൾ, നിങ്ങളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയാണ് വരിക. ഓക്കെ. ഇനി സെക്കൻഡ് പേഴ്സൺ ഫോർമലായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? സിംഗുലറാണ്, സി ആണ് പഠിച്ചത്. അത് പ്ലൂരലാണെങ്കിലും സി തന്നെയാണ് വരിക അല്ലേ. വോ വോനൻ സി എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തത്, ഹർ മുള്ളർ വോ വോനൻ സി, മിസ്റ്റർ മുള്ളർ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വോനൻ സി. ഫോർമലായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ? സി ആണ് വരിക. ഇനി ഇത് ഒരു പ്ലൂരലായിട്ടുള്ള ആളോട് ചോദിക്കുകയാണ്, ഹെർ ഉണ്ട് ഫ്രൗ മുള്ളർ, മിസ്റ്റർ ആൻഡ് മിസ്സസ് മുള്ളർ. ഹെർ എന്ന് പറഞ്ഞാൽ മിസ്റ്ററും, ഫ്രൗ എന്ന് പറഞ്ഞാൽ മിസ്സസുമാണ്. ഹെർ ഉണ്ട് ഫ്രൗ മുള്ളർ, മിസ്റ്റർ ആൻഡ് മിസ്സസ് മുള്ളർ. വോ വോനൻ സി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെയും സി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഫോർമലായിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അത് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും സി എന്ന് തന്നെ അഭിസംബോധന ചെയ്താൽ മതി. ഓക്കെ. ഇനി തേർഡ് പേഴ്സൺ നമ്മൾ വേറൊരാളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത്, നമ്മളൊരു ഒബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അത്, അവൻ, അവൾ അല്ലെങ്കിൽ അത്. അതിനാണ് നമ്മൾ ജർമ്മനിയിൽ RCS എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവൻ, സി എന്ന് പറഞ്ഞാൽ അവൾ, എസ് എന്ന് പറഞ്ഞാൽ നോയിട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. RCS. ഇതാണ് തേർഡ് പേഴ്സൺ അല്ലേ. നമ്മൾ വേറൊരാളെ പറ്റി പറയാം. അവന് ജർമ്മനിയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്, അവനൊരു എഞ്ചിനീയറാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അവൻ നമ്മൾ വേറൊരാളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. തേർഡ് പേഴ്സൺ അവൻ, അതിന് നമ്മൾ എന്നാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു വോണ്ട് ഇൻ ലണ്ടൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഇനി സി ആണെങ്കിലോ, സി എന്ന് പറഞ്ഞാൽ അവൾ, സി വോണ്ട് ഇൻ ലണ്ടൻ, സി വോണ്ട് ഇൻ അമേരിക്ക,
അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അവൾ, അവൾ എന്നുള്ള അർത്ഥമാണ്. എസ് ഒരു ഒബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക്, എസ് ആ ഒരു ബുക്കിനെ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ എസ് ഇസ്റ്റ് ആൾട്ട്, ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ, അത് എന്ന് പറഞ്ഞാൽ മതി. ഇതിനെല്ലാത്തിനും സിംഗുലറായിട്ട് എർ സി എസ് എന്ന് കോൺജുഗേഷൻ വരും. അതായത് എർ എന്ന് പറഞ്ഞാൽ അവൻ, സി എന്ന് പറഞ്ഞാൽ അവൾ, എസ് എന്ന് പറഞ്ഞാൽ നോയിട്രലാണ്. പ്ലൂരലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും സി എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ സീസ്റ്റ് മിഷായേൽ എന്ന് നമ്മൾ പറ്റും, ഒരാളെ പറ്റി നമ്മൾ പറയുകയാണ് ദ സീസ്റ്റ് മിഷായേൽ, അത് മിഷായേലാണ്. ഓർ മൈക്കിൾ, നിങ്ങൾക്ക് അങ്ങനെ വായിക്കാൻ, അങ്ങനെ ഇംഗ്ലീഷിലാണ് മൈക്കിൾ, ജർമ്മനിലാണ് മിഷായേൽ, ദ സീസ്റ്റ് മിഷായേൽ. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ മിഷായലിനെ പറ്റി തന്നെ നമ്മൾ വീണ്ടും പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയൂലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഹാഷിമാണ്, ഹാഷിം ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഹാഷിം കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയൂലല്ലോ. നമ്മൾ എന്താ പറയുക, അത് ഹാഷിമാണ്, അയാൾ ഒരു ഫിസിയോ ആണ്, അയാൾ താമസിക്കുന്നത് കേരളത്തിലാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയൂ. അല്ലെങ്കിൽ അവൻ താമസിക്കുന്നത് കേരളത്തിലാണ്, അവൻ ഒരു ഫിസിയോ ആണ്, അങ്ങനെയല്ലേ നമ്മൾ പറയൂ. അപ്പോൾ ഈ അവൻ എന്നുള്ളതിൻ്റെ പേഴ്സണൽ പ്രൊണോമനാണ് എർ. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ വീണ്ടും മിഷായൽ എന്ന് ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് മിഷായൽ എഴുതി വെട്ടിയിരിക്കുന്നത്. മിഷായൽ വോണ്ട് ഇൻ ലണ്ടൻ എന്ന് നമ്മൾ വീണ്ടും പറയില്ല, മിഷായലിന് പകരം എർ എന്ന് പറഞ്ഞാൽ മതി. എർ വോണ്ട് ഇൻ ലണ്ടൻ. മനസ്സിലായോ? അപ്പോൾ ഒന്ന് നോക്കാം. ദ സീസ്റ്റ് മിഷായൽ, അത് മിഷായലാണ്. എർ വോണ്ട് ഇൻ ലണ്ടൻ, അവൻ താമസിക്കുന്നത് ലണ്ടനിലാണ്. ഇനി ലേഡി ആണെങ്കിലോ, പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെ വരും? ദ സീസ്റ്റ് മിഷായേല, അത് മിഷായേലയാണ്. മിഷായേല വോണ്ട് ഇൻ പാരീസ് എന്ന് വീണ്ടും പറയില്ല, മിഷായേലയ്ക്ക് പകരം സി വോണ്ട് ഇൻ പാരീസ്. അടുത്തത് നോക്കിക്കോ, നോയിട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ദസ് ഈസ്റ്റ് മൈൻ ബുക്ക്, അത് എൻ്റെ ബുക്കാണ്. അടുത്തതിൽ വീണ്ടും ദസ് ബുക്ക് ഈസ് ആൾട്ട്, ആ ബുക്ക് ഓൾഡ് ആണെന്ന് പറയേണ്ടതില്ല. എസ് ഈസ്റ്റ് ആൾട്ട്, അത് ഓൾഡ് ആണ് എന്ന് പറഞ്ഞാൽ മതി. എസ് ഈസ്റ്റ് ആൾട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ലാസ്റ്റത്തത് ഒരു പ്ലൂരൽ ആയിട്ടുള്ള എക്സാമ്പിളാണ്. ദ സെൻറ്റ് പെട്ര ഉണ്ട് യൂർഗൻ, അത് പെട്രയും യൂർഗനുമാണ്. അപ്പോൾ എന്തായി, അത് പ്ലൂരലായി. പ്ലൂരലായിട്ട് പറയുമ്പോൾ എന്തായാലും സി ആണ് ഉപയോഗിക്കുക. പെട്ര ഉണ്ട് യൂർഗൻ വോനൻ ഇൻ ഹാംബർഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പെട്ര ഉണ്ട് യൂർഗൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ അവർ ഹാംബർഗിലാണ് താമസിക്കുന്നത് പറഞ്ഞാൽ മതി. ഇപ്പോൾ സി വോനൻ ഇൻ ഹാംബർഗ്, ദ സെൻറ്റ് പെട്ര ഉണ്ട് യൂർഗൻ, സി വോനൻ ഇൻ ഹാംബർഗ്. മനസ്സിലായോ? ലാസ്റ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നത് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരാൾ, ഞാൻ എന്നെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ സിംഗുലറായിട്ട് ഇഷ് എന്നും, ഞങ്ങൾ എന്നാണെങ്കിൽ പ്ലൂരൽ വിയർ എന്നുമാണ് വരിക. സെക്കൻഡ് പേഴ്സൺ നീ എന്നുള്ള അർത്ഥമാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ദു എന്ന് പറയാം ഇൻഫോർമലായിട്ട്, അല്ലെങ്കിൽ ഫോർമലായിട്ട് സി എന്നും അഭിസംബോധന ചെയ്യാം. പ്ലൂരലാണ് എങ്ങനെയാണ് വരിക? ദു എന്നുള്ളതിൻ്റെ ഇൻഫോർമൽ ഇയർ ആണ്, സി എന്നുള്ളതിൻ്റെ ഫോർമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും സി എന്ന് തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ, നമ്മൾ രണ്ടാളും അല്ല, നമ്മൾ വേറെ ഒരാളും സംസാരിക്കുകയാണ്, ഞങ്ങൾ രണ്ടാളും അല്ലാത്ത വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ എർ എന്ന് പറഞ്ഞാൽ മാസ്കുലൈനും, സി എന്ന് പറഞ്ഞാൽ ഫെമിനൈനും, എസ് എന്ന് പറഞ്ഞാൽ നോയിട്രവുമാണ്. പ്ലൂരലാണെങ്കിൽ എല്ലാത്തിനും സി എന്ന് തന്നെ അഭിസംബോധന ചെയ്താൽ മതി. ക്ലിയർ ആണോ?